കാര്യം ഈ വി അരുൺ രാവിലെ എ പി ജയരാജനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ആ വാക്കുകളിലേക്ക്. വാർത്ത ഞാൻ എഴുതിയതല്ല, ഞാനിപ്പോൾ ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രകാശനമില്ല. ഇന്ന് പ്രകാശനം ഞാൻ പൂർത്തിയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആണ്. ഓക്കെ ഓക്കെ. അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഈ വരുന്ന കണ്ടന്റ് ഞാൻ എഴുതാത്തൊരു പുസ്തകത്തെ കുറിച്ച് ഇത്തരമൊരു വാർത്ത വന്നത് ഗൗരവത്തിൽ തന്നെ കാണും. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇത്. തെരഞ്ഞെടുപ്പ് ദിവസമാണെങ്കിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണിത്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണൂരാണ് ഉള്ളത് അല്ലേ? എല്ലാം അടിസ്ഥാന ഈ പറഞ്ഞതെല്ലാം പിന്നെ പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് 24 ഉപയോഗിച്ചുകൊണ്ട് ആരോ സൃഷ്ടിക്കുന്നതാണ്. വാർത്ത ഞാൻ എഴുതിയതല്ല, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രകാശനമില്ല. ഇന്ന് പ്രകാശനം ഞാൻ പൂർത്തിയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആണ്. ഓക്കെ ഓക്കെ. അങ്ങനെ വാർത്ത വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. ഈ വരുന്ന കണ്ടന്റ് ഞാൻ എഴുതാത്തൊരു പുസ്തകത്തെ കുറിച്ച് ഇത്തരമൊരു വാർത്ത വന്നത് ഗൗരവത്തിൽ തന്നെ കാണും. ഇത് ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇത്. തെരഞ്ഞെടുപ്പ് ദിവസമാണെങ്കിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണിത്. ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണൂരാണ് ഉള്ളത് അല്ലേ? എല്ലാം അടിസ്ഥാന ഈ പറഞ്ഞതെല്ലാം പിന്നെ പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് 24 ഉപയോഗിച്ചുകൊണ്ട് ആരോ സൃഷ്ടിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നത്. പക്ഷെ പുസ്തകത്തിന്റെ മുൻപേജ് അടക്കം പുറത്തു വന്നിട്ടുണ്ടല്ലോ സജിത്ത്. DC ബുക്സിന്റെ പുറത്തിറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ മുൻപേജ് അടക്കം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഇത്തരം വിവാദ പരാമർശങ്ങൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വൈദേകം റിസോർട്ടിനെ കുറിച്ചും മറ്റും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് തന്റെ വാദങ്ങളെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സജിത്ത്. എന്ത് കരുതണം? ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിഷേധിച്ചതായിരിക്കുമോ? നമുക്ക് അങ്ങനെ കരുതേണ്ടി വരും. എന്തായാലും EP ജയരാജൻ നിഷേധിക്കുമ്പോൾ നമുക്ക് തൽക്കാലം അദ്ദേഹത്തിന്റെ വാദം കൂടി നമുക്ക് എടുക്കാം. പക്ഷേ DC ബുക്സ് നിലപാട് വ്യക്തമാക്കുന്നു. ഇന്ന് തന്നെ പുസ്തകം പുറത്തിറങ്ങും. നമുക്ക് ചില പേജുകളുടെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കുന്നുണ്ട്. അല്പസമയത്തിനകം അത് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതുന്നു. നമ്മുടെ കയ്യിൽ അത് ലഭിച്ചിട്ടുണ്ട്. സാങ്കേതികമായി അല്പസമയം കൂടി അതിൽ വേണമെന്നത് മാത്രമാണ് സിദ്ധ. അതിൽ കൃത്യമായി തന്നെ ഇത്തരം